ഹലോ, നമസ്കാരമുണ്ട്. നിങ്ങൾ ആർട്ട് ഓഫ് ഫെയിലിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലേ ജയിക്കുന്നവരെ കുറിച്ച് പറയാൻ സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ തോറ്റവരെ കുറിച്ച് സംസാരിക്കാൻ ആരെങ്കിലും തയ്യാറാവാറുണ്ടോ? നമ്മൾ ജനിച്ചത് മുതൽ കേൾക്കുന്നത് ജയിക്കണം, ഒന്നാമനാവണം എന്ന് മാത്രമാണ്. തോൽക്കുന്നത് എന്തോ ഒരു വലിയ പാപമാണെന്ന് ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെയാണ്. എന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? ജയിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് തോൽക്കാൻ പഠിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തോൽവി എന്നുള്ളതൊരു പരാജയമല്ല എന്നുള്ളതാണ് സത്യം. അതെന്താ അങ്ങനെ? മനസ്സിലായിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു പരീക്ഷയിൽ, ഞാൻ പറഞ്ഞു വരുന്ന എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒറ്റയ്ക്ക് ഒരു വേർഡിനെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒന്നൊരു പരീക്ഷയിൽ മാർക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ വിചാരിച്ചൊരു കാര്യം, ആഗ്രഹിച്ചൊരു സാധനം കിട്ടാതിരുന്നാലോ ലോകം മൊത്തം അവസാനിച്ച് പോയി എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലേ? ചില കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ വരെ ചെയ്ത കുട്ടികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും. തോൽവി എന്നുള്ളതുകൊണ്ട്, ആ മൈൻഡ് സെറ്റും ഉണ്ട്. ഇത്രമാത്രം ഒരു പ്രശ്നമുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇപ്പോൾ അതിന് കാരണം എന്നറിയും? സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ അവർ ഇടുന്നത് അവരുടെ സക്സസ് മാത്രമാണ്, അവരുടെ വിജയങ്ങൾ മാത്രമേ അവർ പോസ്റ്റ് ചെയ്യും. അത് കണ്ടിട്ട് നമ്മളെ തോൽവിനെ വിലയിരുത്തുന്നത് വളരെ കുറവായി, അതായത് നമ്മളെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ തോൽവി വളരെ കുറവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ സുഹൃത്തുക്കൾ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ള മിക്കവാറും ആളുകളും ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ള, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ എടുത്തോ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി, അല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക് തന്നെ ആയിക്കോട്ടെ, ഇവരൊക്കെ 100 പ്രാവശ്യം തോറ്റവരാണ്. എന്നിട്ടാണ് ആ വിജയത്തിൻ്റെ പാതയിലോട്ട് അവരെത്തിയത്. അപ്പോൾ ഈ തോൽവി എന്നുള്ളത് എന്തല്ല, ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല, അതൊരു റീസ്റ്റാർട്ട് ബട്ടണായിട്ട് മനസ്സിലാക്കുക. അതൊരു റീസ്റ്റാർട്ട് ബട്ടണാണ്. തോക്കുമ്പോൾ സങ്കടപ്പെടുന്നതൊക്കെ സ്വാഭാവികമാണ് എന്ന് വിചാരിച്ചിട്ട് ആ സങ്കടത്തിൽ തന്നെ തളർന്നിരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ സ്വയം ഒരു കാര്യം ചോദിക്കണം, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, എനിക്ക് എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്? നിങ്ങൾ ആ തെറ്റ് തിരുത്തി വരുമ്പോൾ നിങ്ങൾ പിന്നെ പുതിയ ആളായിട്ടാണ് വരുന്നത്. വിവരമുള്ള, കരുത്തുള്ള ഒരു പുതിയ ആളായിട്ടാണ് വരുന്നത്. പരാജയപ്പെടാത്തവനേക്കാൾ ഒരു പടി മുന്നിലാണ് പരാജയപ്പെട്ടവൻ. എന്താ കാരണം? അവനറിയാം അവൻ എന്ത് ചെയ്യരുത് എന്ന് അവന് കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് അവൻ്റെ പ്ലസ് പോയിന്റ്. മനസ്സിലായോ? നിങ്ങളെ മൂല്യം നിശ്ചയിക്കുന്നത് ഒരു മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ അഭിപ്രായമോ അല്ല. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു മൈതാനാണ്, ഒരു പ്ലേ ഗ്രൗണ്ടാണ്, അല്ലേ? അതിൽ ഒരിക്കൽ ഔട്ടായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനാണ് ഇറങ്ങിപ്പോലെ അല്ല. അടുത്ത തവണക്ക് വേണ്ടി നമ്മൾ അടുത്ത ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ക്ഷമ വേണം. ഔട്ടായി വിചാരിച്ചാൽ നമ്മൾ കളി തീരുമോ? ഇല്ല. അടുത്ത ബോളിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുക? തോൽക്കാൻ തയ്യാറാവുക. എങ്ങനെ തോൽക്കാൻ? അതാണ് പറയുന്നത്, പരാജയത്തെ ഭയക്കാത്തവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരിക്കൽ നിങ്ങൾ തോൽക്കുമ്പോൾ എന്ത് ചെയ്യാറോ, കണ്ണാടിൻ്റെ മുമ്പിൽ ചിരിച്ച് നിൽക്കുക. കണ്ണാടിൻ്റെ മുമ്പ് പോയിട്ട് ചിരിച്ചുകൊണ്ട് പറയുക, ഇതൊരു തുടക്കം മാത്രമാണ്. തോൽക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയെങ്കിൽ ഇത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ആ തോൽവിയിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം എന്താണെന്ന് ഇതിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.